dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ച് നിർത്തിയിട്ടാണുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു, ചെറിയൊരു എക്സ്പ്ലനേഷൻസ് ഒക്കെ നടത്തി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തേർഡ് പോയിന്റിലാണ്, അതായത് when there is change in past cost and past percentage of profit എന്നുള്ള കേസിലാണ് നിൽക്കുന്നത്. അതായത് ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പഠിച്ച സ്റ്റേജിൽ നമ്മൾ പഠിച്ചത് പാസ്റ്റ് കോസ്റ്റ് ഷീറ്റിൽ, അതായത് ബേസ് കോസ്റ്റ് ഷീറ്റിലെ സെയിം കോസ്റ്റും സെയിം പ്രോഫിറ്റും. രണ്ടാമത്തെ കേസിൽ കോസ്റ്റിൽ ചെറിയ മാറ്റമുണ്ട്, പ്രോഫിറ്റിൽ മാറ്റമില്ല. തേർഡ് കേസിലാണ് പറയുന്നത് പാസ്റ്റ് കോസ്റ്റും പാസ്റ്റ് പെർസെൻറ്റേജും എന്ത് ചെയ്യാണ്, മാറുകയാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യുക? വേറെ ഒന്നുമില്ല, ബേസ് കോസ്റ്റ് ഷീറ്റിലത്തെ റേറ്റും വ്യത്യാസം വരും, അതിലെ പ്രോഫിറ്റ് പെർസെൻറ്റേജും വ്യത്യാസം വരും. ഇനി ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് ആദ്യമായിട്ട് ബോർഡ് വെച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ നേരത്തെ 13ാമത്തെ ഇല്ലസ്ട്രേഷൻ ഒന്നുകൂടി പറയാം. 294 294 പേജില് 13ാമത്തെ ഇല്ലസ്ട്രേഷൻ ആണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ബേസ് കോസ്റ്റ് ഷീറ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഫോർ എത്ര യൂണിറ്റ് ആണ്? 1000 യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പെർ യൂണിറ്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ 1000 യൂണിറ്റ് ആണ്, 1000 യൂണിറ്റ്സ്. ഇതാണ് ഔട്ട്പുട്ട്. അപ്പോ ഇതിലെ എമൗണ്ടിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഇതിലത്തെ എമൗണ്ട് കിട്ടുക. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം ഇവിടെ തന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പോ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. അപ്പൊ ഞാൻ തന്നിട്ടുള്ള പേരെന്ന് എഴുതുന്നുണ്ട്, റോ മെറ്റീരിയൽസ് എഴുതുന്നില്ല. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എമൗണ്ട് 3,20,000. $3,20,000 അത് നമുക്ക് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. $320. അടുത്ത മെറ്റീരിയൽസ് കഴിഞ്ഞാൽ അടുത്തത് വേജസ് ആണ്. വേജസ് ആഡ് ചെയ്യാം. വേജസ് എന്ന് പറയുന്നത് 4,80,000 ആണ്, 4,80,000. ഇനി നമുക്ക് എക്സ്പെൻസ് ഉണ്ടോ നോക്കുക. എക്സ്പെൻസ് ഇല്ല. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് $8,08,000 ആണ്. ഇതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ്. ഇനി ഇതിനോടുകൂടി ആണ് എന്ത് ആഡ് ചെയ്യേണ്ടത്, ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ തൊട്ട് താഴെ ആഡ് ഫാക്ടറി ഓവർഹെഡ് ആണ് എഴുതേണ്ടത്. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഫാക്ടറി ഓവർഹെഡ് എന്നുള്ളതിന് പകരമായിട്ട് മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്നാണ്. അപ്പൊ അത് അങ്ങനെ എഴുതിയാൽ മതി.
ആഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുള്ളത് 2 ലക്ഷം രൂപയാണ്. 2 lakhs. ആണ്. ഇത് പെർ യൂണിറ്റിലേക്ക് ആക്കുന്ന സമയത്ത് 1000 യൂണിറ്റ് ആണല്ലോ പെർ യൂണിറ്റ്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് എക്സ്പെൻസ് നമുക്കറിയാലോ ഫാക്ടറിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഫാക്ടറി കോസ്റ്റ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്യുന്നത്. ഫാക്ടറി കോസ്റ്റ് അല്ല, ഫാക്ടറി ഓവർഹെഡ് ആയിട്ട്. ഇനി താഴേക്ക് ആഡ് ചെയ്യാം. ആണ്. ഇത് നമുക്ക് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയും. രണ്ടാമത്തെ ഐറ്റം കിട്ടി. ഇനി ഇതിനോട് കൂടിയിട്ടാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താണുള്ളത്, എങ്ങനെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ഓഫീസ് സാലറീസ് തന്നിട്ടുണ്ട്. ദെൻ ജനറൽ എക്സ്പെൻസ്. അപ്പൊ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ് എഴുതുന്ന ഒറ്റ ഐറ്റം അല്ല, നമുക്ക് ഇവിടെ 2 ഐറ്റം ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ 2 ഐറ്റം എഴുതണം. അപ്പൊ ഞാൻ അതിന് ഒരു ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ് കോളം കൊടുക്കും. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് 2 ഐറ്റം ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള പോലെ ചെയ്താലും മതി. സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി അതിന്റെ താഴെ അതല്ലെങ്കിൽ ഇത് എഴുതാതെ ഹെഡിങ് എഴുതാതെ നേരിട്ട് എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 ഐറ്റം ഉള്ള കാരണം കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഓഫീസ് സാലറീസ് 2,80,000. Then general expenses general expenses 80,000. ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 280 80. ഇനി അത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. $13,60,000. അവിടെ 1,360 രൂപ പെർ യൂണിറ്റ്. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി എന്ത് ചെയ്യാം, അതിനോടുകൂടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി നമ്മൾ എന്താ അഡ്ജസ്റ്റ് ചെയ്യണം, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. സ്റ്റോക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല.
പിന്നെ ഉള്ളത് പറഞ്ഞിട്ടില്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടില്ലാത്ത കാരണമുണ്ട്. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആണ് വേണ്ടത്. നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് മാത്രം എഴുതിയാൽ മതി. സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 1,20,000. സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്ത് വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ബാക്കിയുള്ളത് സെല്ലിംഗ് എക്സ്പെൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടാണ് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് ഷീറ്റ് വരച്ചിട്ടാണ് നമുക്ക് കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും. $14,80,000 40,80,000. Then per unit 1,480 ആണ് per unit. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇനി എന്ത് ചെയ്യാം? ഇനി ചെയ്യേണ്ടത്, നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യാം. സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് സെയിൽസ് താഴേക്ക് എഴുതുക. ബാലൻസ് ചെയ്തിട്ട് കിട്ടുന്നതിന് ബാലൻസിങ് ഫിഗർ ആണ് എന്തായിട്ട് വരിക? പ്രോഫിറ്റ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള സെയിൽസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് നോക്കുക. നമുക്ക് തന്നിട്ടുള്ള സെയിൽസ് ആണ് അല്ലെ? അപ്പൊ സെയിൽസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റിനുള്ള സ്പേസ് വിടാം. പ്രോഫിറ്റിനുള്ള സ്പേസ് വിട്ടു. എന്നിട്ട് സെയിൽസ് എഴുതാം. സെയിൽസ് തന്നിട്ടുള്ളത് 16 lakh ആണ്, 16 ലക്ഷം. per unit. ഇനി ബാലൻസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,20,000. ഇതാണ് പ്രോഫിറ്റ്. അപ്പൊ ആദ്യത്തെ ബേസ് കോസ്റ്റ് ഷീറ്റ് കഴിഞ്ഞു. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇതൊരു ഓർഡിനറി കോസ്റ്റ് ഷീറ്റ് ആണ്, യാതൊന്നും ഇതിൽ ശ്രദ്ധിക്കാനില്ല. പക്ഷെ ഇനി അടുത്ത നെക്സ്റ്റ് കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് ആണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇതൊരു ഓർഡിനറി കോസ്റ്റ് ഷീറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ എല്ലാ കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബേസ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ തറവായിട്ടുണ്ടാവും, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കുട്ടികൾക്ക് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും വരയ്ക്കുന്ന കാരണം കൊണ്ടും കാണുന്ന കാരണം കൊണ്ടും അത് ശ്രദ്ധിക്കാതിരിക്കരുത്. ഓരോ പ്രോബ്ലത്തിലും ഓരോരോ പുതിയ അറിവുകൾ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റിലേക്ക് പോകാം.
ഇപ്പോൾ ഇവിടെ കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ 2020 വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ 1000 മെഷീൻ്റെ ആയിരുന്നു, ഇവിടെ 2000 മെഷീൻ്റെ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ പെർ യൂണിറ്റ് എഴുതും, പിന്നെയാണ് ടോട്ടൽ എഴുതുക. കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ പെർ യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ്സ് ആണ് ടോട്ടലിലേക്ക് വരിക. നേരത്തെ ടോട്ടൽ ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് ആണ് പെർ യൂണിറ്റിലേക്ക് വരിക. അപ്പൊ നമ്മളെപ്പോഴും ബേസ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ആദ്യം ടോട്ടൽ കോളും പിന്നെയാണ് പെർ യൂണിറ്റ് കോളത്തിലേക്ക് വരുന്നത്. ടോട്ടൽ കോളാണ് ആദ്യം എഴുതേണ്ടത്, രണ്ടാമതാണ് പെർ യൂണിറ്റിലേക്ക് വരിക. പക്ഷെ കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് ആദ്യം പെർ യൂണിറ്റ് പിന്നെ ടോട്ടൽ. അപ്പൊ അതായത് നമ്മൾ ഓരോ യൂണിറ്റിന്റെയും പെർ യൂണിറ്റ് വാല്യൂ എഴുതി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ടോട്ടലിലേക്ക് വരുന്നത്. അപ്പൊ അത് കുട്ടികൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഹെഡിങ് എഴുതിയിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ ടെൻഡർ കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണോ പ്രോബ്ലത്തിൽ പറയുന്നത് അതുപോലെ ചെയ്യാം. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ 2020 ആണ് ഡേറ്റ്, കുട്ടികൾ ശ്രദ്ധിക്കുക. നേരത്തെ ഡേറ്റ് 2019 ആയിരുന്നു. ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് കൊട്ടേഷൻ ഉണ്ടാക്കുന്ന, കൊട്ടേഷൻ ടെൻഡർ കോട്ട് ചെയ്യുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് 2000 യൂണിറ്റ്സ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിൽ എന്തൊക്കെയാണ് വ്യത്യാസം നോക്കിയിട്ട് നമുക്ക് മെറ്റീരിയൽസും വേജസ് എഴുതാം. നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് ഞാൻ പറഞ്ഞു, വീണ്ടും വായിക്കുന്നില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലാണ് വായിച്ചത്. എങ്കിലും കുട്ടികൾ എല്ലാവരും തന്നെ ആ 294 പേജ് നമ്പർ 294 നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്ന് നോക്കുക. അതിൽ എയും ബിയും റിലേറ്റഡ് വിത്ത് മെറ്റീരിയൽസും വേജസും ആണ്. എ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഈസ് എക്സ്പെക്ടഡ് ടു റൈസ് ബൈ 20%. മെറ്റീരിയൽസിന്റെ പ്രൈസ് 20% ഇൻക്രീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളിവിടെ എഴുതുമ്പോൾ പെർ യൂണിറ്റിന്റെ കൂടെ 20% കൂട്ടി എഴുതണം. രണ്ട്, വേജ് റേറ്റ്സ് 5% ഇൻക്രീസ് ചെയ്യുന്നു വിചാരിക്കും. അപ്പൊ ഞാനിവിടെ എഴുതുകയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്നാണ് ഇതിന്റെ, റോ മെറ്റീരിയൽസ് എന്നല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. ഇനി എന്ത് ചെയ്യാ, നേരത്തെ ബേസ് കോസ്റ്റ് ഷീറ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ നോക്കുക എല്ലാവരും. ബേസ് കോസ്റ്റ് ഷീറ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ എത്രയാണ്? 320 രൂപയാണ് അല്ലെ. അപ്പോ 320 പ്ലസ് എന്ത് ചെയ്യാ, 20%. എന്തിന്റെ 20%? 320ന്റെ തന്നെ 20%. അപ്പൊ 320ന്റെ 10% എന്ന് പറയുമ്പോൾ 32 അല്ലെ. പിന്നെ 10% എന്ന് പറഞ്ഞാൽ വീണ്ടും 32. അപ്പൊ എത്ര വരിക? 64 രൂപയാണ് വരിക. ഞാനിവിടെ 64 രൂപയാണ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പൊ 64 കൂടി കൂട്ടുമ്പോൾ 320 പ്ലസ് 64 384 ആണ് പെർ യൂണിറ്റ് വരിക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. 320 അതിന്റെ 20%, 10% എന്ന് പറഞ്ഞാൽ 32, പിന്നെ 10% എന്ന് പറഞ്ഞാൽ 32, അപ്പൊ 64 ആഡ് ചെയ്യുമ്പോൾ 384 കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്, കുഴപ്പമില്ല. അപ്പോൾ ഇൻക്രീസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻക്രീസ് ചെയ്യുന്നു. ആ ഇൻക്രീസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 384 കിട്ടിക്കഴിഞ്ഞാൽ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3,84,000 അതിന്റെ ഇരട്ടി. അപ്പോൾ 7,68,000. ഇനി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കഴിഞ്ഞാൽ അടുത്തത് വേജസ് ആണ്. വേജസ് വേജസിനും ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 5% ഹൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. വേജസ് റേറ്റ്സ് ആർ എക്സ്പെക്ടഡ് ടു ഷോ ആൻ ഇൻക്രീസ് ഓഫ് 5%. അപ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ എന്തെടുക്കുക, റേറ്റ് എടുക്കുക. അത് 480 ആണ്. 480 480 പ്ലസ് 5%. 480ന്റെ 10% എന്ന് പറയുമ്പോൾ 48. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 24. 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതിയാണ് അല്ലെ. അപ്പൊ 480 20 500 504 വരും. 504 504 രൂപയാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 504 രൂപ.
പെർ യൂണിറ്റിന്. 504 × 2000, 504 × 2000 എന്ന് പറഞ്ഞാൽ 10,08,000. നേരത്തെ ക്വസ്റ്റ്യനില് എന്തില്ല, നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല, അപ്പൊ ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ ഇതാണ് നമുക്കൊരു ഇൻഫർമേഷൻ ഉള്ളത്. ബേസ് കോസ്റ്റ് ഷീറ്റിന്റെ മുകളില് ഡിഫറൻസ് പറയുന്നു, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 888 രൂപ, then 17,76,000, അതിന് പേര് കൊടുക്കുക. പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ബേസ് കോസ്റ്റ് ഷീറ്റ് തന്നെ നോക്കുക, കാരണം നമുക്ക് വേറെ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ നമ്മുടെ മുമ്പിലില്ല. അപ്പൊ എന്താ ചെയ്യുക, ബേസ് കോസ്റ്റ് ഷീറ്റ് നോക്കുക. പ്രൈം കോസ്റ്റിനോട് കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആണ്. അപ്പൊ നമുക്കത് ആദ്യം എഴുതി വെക്കാം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് വായിച്ചു നോക്കിയാൽ മതി. മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. ഈ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്, തേർഡ് പോയിന്റിൽ, സി പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റില്. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ്. ഞാൻ അപ്പൊ പറഞ്ഞതാണ്, എങ്കിലും അത് ചിലപ്പോ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് കമ്പൈൻഡ് പ്രൊപ്പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ഏതിന്റെ കമ്പൈൻഡ് പ്രൊപ്പോർഷനാ, ഇതിന്റെ മെറ്റീരിയൽസിന്റെയും വേജസിന്റെയും കമ്പൈൻഡ് പ്രൊപ്പോർഷൻ ഇപ്പൊ എത്രയാണ്, ഇപ്പൊ 888 ആണ് അല്ലെ. അത് നേരത്തെ എത്രയാണ് എന്ന് നോക്കാം. നേരത്തെ വന്നിട്ടുള്ള 800 ആണ്, ബേസിക് കോസ്റ്റ് ഷീറ്റിന്റെ 800. അപ്പൊ ഈ പ്രൊപ്പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇൻക്രീസ് ചെയ്യുന്നത്, അതാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ബേസിക് കോസ്റ്റ് ഷീറ്റിലെ മാനുഫാക്ചറിങ് എക്സ്പെൻസസിന്റെ റേറ്റ് എത്രയാണ് നോക്കുക, അത് 200 ആണ്. 200 ആണ് ബേസിക് കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, റേറ്റ് പെർ മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, റേറ്റ് പെർ യൂണിറ്റ് വന്നിട്ടുള്ളത്. ഇനി ഇത് ഏത് റേഷ്യോയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ റേഷ്യോയിലാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇൻറ്റു 888 ഡിവൈഡഡ് ബൈ, ഇതാണ് റേഷ്യോ. ഈ റേഷ്യോയിൽ ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കിട്ടുക എത്രയാണ്, 222. ഇതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്, ഇതാണ് നമ്മുടെ റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പ്രൊപ്പോർഷനിൽ, അതാണ് കമ്പൈൻഡ് പ്രൊപ്പോർഷൻ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് പ്രൊപ്പോർഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ എടുത്താലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നേരത്തെ കമ്പൈൻഡ് ആയിട്ട് പ്രൈം കോസ്റ്റ് ഉണ്ടായിരുന്ന പെർ യൂണിറ്റ് 800 ആണ്, ഇപ്പൊ പ്രൈം കോസ്റ്റ് വരുന്നത് 888 ആണ്. അതിനെ നേരത്തെ ഉള്ള റേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് കിട്ടും, ദാറ്റ് ഈസ് 222. 222-നെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4,44,000. 4,44,000. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് മാറ്റുന്നുണ്ട്. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ആണ് കിട്ടുക.
നമുക്ക് എന്തായിട്ട് പറയാം? ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് 1110 രൂപ ഒരു യൂണിറ്റിന്. ടോട്ടല് 22,20,000. ഇനി അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത്, ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് രണ്ട് ഐറ്റം ഉണ്ട്. ഓഫീസ് സാലറീസും ഉണ്ട്, ജനറൽ എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ അത് എഴുതി വെക്കുക. ഇനി ഞാൻ വേറെ ഹെഡിങ് ഒന്നും എഴുതുന്നില്ല. എഴുതി വെച്ചതിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നോക്കിയാൽ മതി. ഓഫീസ് സാലറീസ് കഴിഞ്ഞ ബേസ് കോസ്റ്റ് ഷീറ്റിലെ ഓഫീസ് സാലറീസ് എന്ന് പറയുന്നത് 280 രൂപയാണ് ഒരു യൂണിറ്റ്, അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസ് പെർ യൂണിറ്റ് വിൽ റിമെയിൻ ദ സെയിം എന്നാണ് പറഞ്ഞത്. ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് വളരെ പവർഫുൾ ആണ്. കാരണം അതർ എക്സ്പെൻസസ് വിൽ റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ദ റൈസ് ഇൻ ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? മറ്റ് എക്സ്പെൻസുകൾ എന്തൊക്കെയാ? ഈ ഓഫീസ് എക്സ്പെൻസും അതുപോലെ ഓഫീസ് സാലറീസും അതുപോലെ തന്നെ ജനറൽ എക്സ്പെൻസും ഒക്കെയാണ്. ഇത് റൈസ് ഇൻ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുന്നില്ല? വാരി ചെയ്യുന്നില്ല. അപ്പൊ ഇതെന്താണ്? ഇത് എന്തായിട്ട് കുട്ടികൾ കാണണം? ഇത് ഫിക്സഡ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത, അല്ലെ? ഇത് റൈസ് ഇൻ ഔട്ട്പുട്ട് അനുസരിച്ച്, എന്ത് റൈസ് ഇൻ ഔട്ട്പുട്ട്? യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് കൂടുകയുമില്ല, യൂണിറ്റ് കുറയുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യില്ല. നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് ഇത് വ്യത്യാസം വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഫിക്സഡ് ആണ്. ഫിക്സഡ് ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ടോട്ടൽ കോളത്തിലാണ് ആദ്യം എഴുതേണ്ടത്, അല്ലെ? ആ ഫിക്സഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ കോളത്തിൽ ആദ്യം എഴുതണം. അല്ലെങ്കിൽ അതിപ്പോ മനസ്സിലാക്കുക, ഫിക്സഡ് എക്സ്പെൻസ് ആണ്, അത് വാരി ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ടോട്ടൽ കോളത്തിലാണ് എഴുതുന്നത്. ടോട്ടൽ കോളത്തിലുള്ള എമൗണ്ട് എത്രയാണ്? 2,80,000 ആണ്. Office salaries. Then general expense. ജനറൽ എക്സ്പെൻസസും എന്ത് തന്നെയാണ്? ഇതും ഫിക്സഡ് തന്നെയാണ്. ഇത് എത്രയാണ്? 80,000. എന്നിട്ടാണ് ഇതിനെ എന്താണ്? 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, കേട്ടോ? 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നേരത്തെ തന്നെ പകുതി വരും, 140ഉം 40. അത് കഴിഞ്ഞു. ഇനി അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ഓഫീസ് ഓവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കിട്ടുക. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി എന്ത് ചെയ്യാം? അതിനോടുകൂടി എന്ത് ആഡ് ചെയ്യാം? അതിനോടുകൂടി ആഡ് ചെയ്യേണ്ട ഐറ്റാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നുള്ള സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസസ് റിമെയിൻ സെയിം. എന്താണ്? പെർ യൂണിറ്റ് വിൽ റിമെയിൻ സെയിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? അത് സാധാരണ പോലെ എഴുതാം. ആഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണെന്ന് നേരത്തെ നോക്കാം. പെർ യൂണിറ്റ് 120 ആണ്. അപ്പൊ അതങ്ങനെ തന്നെ എഴുതാം. 120. 120 × 2000 എന്ന് പറയുമ്പോൾ 2,40,000.
നമുക്ക് എന്തായിട്ട് പറയാം, സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് ടോട്ടൽ കോസ്റ്റ് ഓർ ഇനിയാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, നമ്മുടെ പ്രോഫിറ്റിന്റെ കാര്യം നോക്കേണ്ടത്. പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ള എന്താ നോക്കുക, 10% സെല്ലിംഗ് പ്രൈസിന്റെ 10%, എസ് പിയുടെ 10%. എസ് പിയുടെ 10% എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഉള്ളൂ, ഇതാണ് കോസ്റ്റ് അല്ലേ. അപ്പൊ സെല്ലിംഗ് പ്രൈസിന്റെ 10% എന്ന് പറയുമ്പോൾ 10% എന്ന് പറയുമ്പോൾ എത്ര വരിക, 10/100. അപ്പോൾ ഇവിടെ എത്രയാ, 1/10. സെല്ലിംഗ് പ്രൈസിന്റെ 1/10 എന്ന് പറഞ്ഞാൽ കോസ്റ്റിന്റെ, ദാറ്റ് ഈസ് കോസ്റ്റിന്റെ എത്രയാണ്, 1/9 ആണ്. ഒന്നുമില്ല, ഇങ്ങനെ ചെയ്യാം. എന്താണ്, സെല്ലിംഗ് പ്രൈസിന്റെ 10% ഇസ് ഈക്വൽ ടു കോസ്റ്റിന്റെ 1/9 എന്ന് പറയുന്നതാണ്. അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ അടുത്ത മെത്തേഡുള്ള എന്താ വെച്ചാൽ അടുത്തൊരു ഇക്വേഷൻ തന്നെ, അല്ലെങ്കിൽ ഇക്വേഷൻ പോലെ, ചില കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കും പറയാം. അങ്ങനെ ഇക്വേഷൻ പോലെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, if percentage of profit is given on selling price, ഇതിനെന്താണ്, നമ്മുടെ കയ്യിൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ percentage of profit is equal to എന്താണ്, cost into 10 divided by 100 minus 10. മനസ്സിലായല്ലോ, ഇൻറ്റു, അല്ലെങ്കിൽ പെർസെൻറ്റേജ് മാത്രമാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ പെർസെൻറ്റേജ് നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും കേട്ടോ. ഏതെങ്കിലും ഒരു മെത്തേഡ് മതി. ഞാനപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസിന്റെ മുകളിൽ 10%. 10% എന്ന് പറയുമ്പോൾ 10/100 അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എത്രയാ, 1/10 ആണ്. അപ്പൊ 1/10 ഓൺ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദാറ്റ് ഈസ് 1/9 ഓൺ കോസ്റ്റ് ആണ്. അപ്പൊ ഈ കോസ്റ്റിന്റെ 1/9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും കേട്ടോ. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷൻ പോലെ ചെയ്യാം, കോസ്റ്റ് ഇൻറ്റു 10/100 മൈനസ് 10. കാരണം ഇത് 90 ഉള്ളൂ, എസ് പി എന്ന് പറയുന്നത് 100 ആണ്, അതിലെ പ്രോഫിറ്റ് എത്രയാണ്, 10 ആണ്. അപ്പൊ കോസ്റ്റ് എത്രയാ, കോസ്റ്റ് 90 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 90 വെച്ചിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഏത് മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോ ഇവിടെ രണ്ട് മെത്തേഡ് എഴുതുന്നുണ്ട്. പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 10/100. അതാണല്ലോ 10%. ദാറ്റ് ഈസ് 1/10 or 1/9 ഓൺ കോസ്റ്റ്. അപ്പൊ കോസ്റ്റിന്റെ 1/9 എത്രയാണ് നോക്കുക. കോസ്റ്റിന്റെ 1/9 എന്ന് പറയുന്നത് 156.65 ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുട്ടികൾ. 156.65. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, കോസ്റ്റ് 1410 ആണ് ഇൻറ്റു 10/100 മൈനസ് 10, അതായത് 10/90. ഇത് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ദെൻ ടോട്ടല് 313,300. 313,300. ഇത് നമുക്ക് ഈ 1410 പകരം കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് 28,20,000 മുകളിലാട്ടോ. 28,00,000 ടോട്ടലിന്റെ മുകളിൽ ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം, നമുക്ക് സെയിൽസ് കിട്ടും. സെയിൽസ് എന്ന് പറയുന്നത്
31,33,300. ഇവിടെ വരേണ്ടത് 1566.65 31,33,300. അപ്പൊ ഈ പ്രോഫിറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാവർക്കും ആവശ്യം വരുന്നതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രത്യേകിച്ച് അത് പഠിക്കുക. അതുപോലെ തന്നെ ഇവിടെ റേറ്റ് ഇൻക്രീസ് പഠിക്കുക 2 കേസിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? ഫിക്സഡ് കോസ്റ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആണെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അതായത് ഇവിടെ ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് എന്താണ് ചേഞ്ച് ഇൻ യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2,80,000 തന്നെയാണ് 1000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ, 2000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ 2,80,000 തന്നെ. അപ്പൊ പെർ യൂണിറ്റ് എഴുതിയിട്ട് ചെയ്താൽ പറ്റില്ല. പെർ യൂണിറ്റ് വ്യത്യാസം വരും. പെർ യൂണിറ്റ് 5000 യൂണിറ്റ് ഉണ്ടാക്കിയാൽ ഇനിയും കുറയും. 500 യൂണിറ്റ് ഉണ്ടാക്കിയാണെങ്കിൽ പെർ യൂണിറ്റ് കൂടും. കാരണം എന്താ? എത്ര യൂണിറ്റ് ഉണ്ടാക്കിയാലും ഇത് സെയിം ആണ്. അപ്പൊ പെർ യൂണിറ്റ് കോസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ ഇത്തരം എക്സ്പെൻസ് എഴുതുമ്പോൾ ആദ്യം എവിടെ എഴുതണം? ടോട്ടൽ കോളത്തിൽ എഴുതണം കേട്ടോ. അപ്പൊ ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പെട്ടെന്ന്, അല്ലെങ്കിൽ ആ സംശയം തോന്നുന്ന ഏരിയ നോക്കി പറയുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ ഇവിടുത്തെ ഈ കേസില് ഇപ്പൊ ഇവിടെ ഓഫീസ് സാലറീസും ജനറൽ എക്സ്പെൻസും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് പറഞ്ഞില്ല നമ്മളോട്. അത് പറയുന്നതിന് പകരം പറഞ്ഞത് എന്താന്ന് വെച്ചാല് സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് 120 രൂപ തന്നെ സെയിം ആണ് എന്നാണ് പറഞ്ഞത്. ദെൻ എന്ത് ചെയ്യുന്നു? അതർ എക്സ്പെൻസസ് എന്താണ്? അതർ എക്സ്പെൻസസ് വിൽ റിമെയിൻ അൺഅഫക്റ്റഡ്. അൺഅഫക്റ്റഡ് എന്നാണ് പറഞ്ഞത്. അൺഅഫക്റ്റഡ് എന്നാണ് പറഞ്ഞത്. അതർ യൂണിറ്റ്സ് വിൽ റിമെയിൻ അൺഅഫക്റ്റഡ്. ദെൻ എന്താണ്? ബൈ ദ റൈസ് ഇൻ ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് 1000 യൂണിറ്റ് എന്നുള്ളത് 2000 യൂണിറ്റ് ആവുമ്പോൾ എന്ത് വ്യത്യാസം വരില്ല? ഔട്ട്പുട്ടിന്റെ റൈസിനനുസരിച്ച് എമൗണ്ട് മാറുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം 1000 യൂണിറ്റ് ഉണ്ടാക്കിയാലും 2000 യൂണിറ്റ് ഉണ്ടാക്കിയാലും 3000 യൂണിറ്റ് ഉണ്ടാക്കിയാലും ടോട്ടൽ കോസ്റ്റ് എന്ത് തന്നെയാണ്? ഓഫീസ് സാലറീസ് 2,80,000 ആണ്. ജനറൽ എക്സ്പെൻസ് 80,000 ആണ്. മനസ്സിലായല്ലോ? അപ്പോ പെർ യൂണിറ്റിൽ എന്ത് വരും? പെർ യൂണിറ്റിൽ വ്യത്യാസം വരും. സാധാരണ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാന ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പാന ഉണ്ടാക്കുന്ന കമ്പനിയില് ആ കമ്പനിയിൽ 1000 പാന ഉണ്ടാക്കിയാലും 5000 പാന ഉണ്ടാക്കിയാലും 10,000 പാന ഉണ്ടാക്കിയാലും ഓഫീസ് സാലറിയിൽ മാറ്റം വരില്ലല്ലോ. അതാണ് അതിന്റെ ലോജിക്ക് അല്ലെ? ജനറൽ എക്സ്പെൻസസിൽ മാറ്റം വരില്ല. എന്താ കാരണം? ഓഫീസിൽ വരുന്ന എക്സ്പെൻസസ് ആണ് ജനറൽ എക്സ്പെൻസ്. അപ്പൊ അവിടെയും മാറ്റം വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ 2,80,000 80,000 എന്ന് പറയുന്നത് ടോട്ടൽ കോളത്തില് എന്താണ് എഴുതിയിട്ട് വേണം അതിനെ പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ ഇത് 2 പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഒന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. ഓഫീസ് സാലറി ജനറൽ എക്സ്പെൻസസ് എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. അതർ എക്സ്പെൻസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ഇത് ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല നിങ്ങൾക്കിപ്പം ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഒക്കെ പഠിച്ചാലാണ് ഇത് കിട്ടുള്ളൂ. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഇപ്രാവശ്യത്തെ ടോപ്പിക്കിലില്ല കേട്ടോ. അപ്പൊ ഓഫീസ് സാലറീസ് ജനറൽ എക്സ്പെൻസസ് ഫിക്സഡ് ആണ്. ആ ഫിക്സഡ് ആണെങ്കിൽ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അത്തരം കാര്യങ്ങൾ ഇവിടെ ഒന്ന് സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല. 2 പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതിൽ വ്യത്യാസമില്ല. അത് കുഴപ്പമില്ല. പക്ഷെ പ്രോഫിറ്റിന്റെ കേസിൽ ഇനിയും മനസ്സിലാകാത്ത കുട്ടികൾ ചിലപ്പോൾ ഇതിലുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ അവരെന്ത് ചെയ്യുക? ഒന്നുകൂടി ഇത് വായിച്ചു നോക്കുക. മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായിട്ട് ഉണ്ടെങ്കിൽ അത് ഒന്ന് ചെയ്തു നോക്കുക. ഈ പല ടൈപ്പ് ആൻസറുകൾ എടുത്തൊന്ന് ചെയ്തു, ക്വസ്റ്റ്യൻ എടുത്തൊന്ന് ചെയ്ത് നോക്കുക. ഇതൊന്നുകൂടി 1-2 തവണ ഇത്തരം ക്വസ്റ്റ്യൻസ്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുക. എന്നിട്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികൾ അത് അന്ന് തന്നെ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ ഈ ക്ലാസ് കാണുന്ന അന്ന് തന്നെ ചോദിക്കുക. അപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചോദിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് എപ്പോഴും നമുക്ക് കോസ്റ്റിംഗിൽ എപ്പോഴും വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണിത്. അപ്പൊ എന്തായാലും കുട്ടികൾ നിർബന്ധമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇന്ന് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്.
അപ്പോൾ നന്നായിട്ട് റെഫർ ചെയ്ത് പഠിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല, ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ അവിടെ നിർത്തുകയാണ്. താങ്ക് യു.